ക്ലാസ് 9 ന്യൂ SCERT പാഠഭാഗത്തു നിന്നുള്ള ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹിസ്റ്ററി പാഠമായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഈ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ശിലായുഗത്തെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇനി ലോഹയുഗത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. പ്രാചീന ശിലായുഗം അറിയപ്പെടുന്നത് പാലിയോലിത്തിക് ഏജ് എന്നാണ്. പാലിയോസ് മീൻസ് പ്രാചീനമെന്നും ലിത്തോസ് മീൻസ് ശില എന്നുമാണ്. ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് ഏജ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ശിലായുഗം മൂന്നായി തിരിച്ചിരിക്കുന്നു: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ലോഹയുഗത്തെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്: വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. ഇനി ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, പ്രയോജനപ്പെടുത്തൽ. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. രണ്ട്, രൂപമാറ്റം വരുത്തൽ. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ. മൂന്നാമത്തതാണ് ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. അതായത് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഉപകരണങ്ങളെ മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ ഉപയോഗിച്ചു പോകുന്നത്. ഒന്ന്, പ്രയോജനപ്പെടുത്തൽ. രണ്ട്, രൂപമാറ്റം വരുത്തൽ. മൂന്ന്, ക്രമവൽക്കരണം. പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. രണ്ടാമത്തത് രൂപമാറ്റം വരുത്തലാണ്. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ്. മൂന്നാമത്തേതാണ് ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. ഇനി പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികൾ നോക്കാം. ഷോവെ, ലാസ്കോ, കുസാക്ക്, സറൈസ്ക് ഇതൊക്കെയാണ് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികൾ. ഷോവെ എന്ന് പറയുന്ന കലാസൃഷ്ടി കണ്ടെത്തിയിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഷോവെ ഫ്രാൻസ് ആണ്. ലാസ്കോ ഫ്രാൻസ് ആണ്. കുസാക്ക് ഫ്രാൻസ് ആണ്. ഇതുകൂടാതെ സ്പെയിനിലെ ലഗാർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ ചില കൊത്തുപണികളുണ്ട്. ഇനി ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക് എവിടെയാണ്? അത് റഷ്യയിലാണ്. അപ്പോൾ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ് ഷോവെ, ലാസ്കോ, കുസാക്ക്, ലാഗാർമ, സ്പെയിനിലെ ലാഗാർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികളിൽ, പിന്നെ സറൈസ്ക്, റഷ്യ. ഏതൊക്കെയാണ് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ്? ഷോവെ ഫ്രാൻസിലാണ്, ലാസ്കോ ഫ്രാൻസിലാണ്, കുസാക്ക് ഫ്രാൻസിലാണ്, സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികളിൽ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണ് സറൈസ്ക് എവിടെയാണ്? അത് റഷ്യയിലാണ് സറൈസ്ക്. ഇതെല്ലാം പ്രാചീന കലാസൃഷ്ടികളാണ്. ഇനി ഷോവെ, ലാസ്കോ ഗുഹകൾ, ഷോവയിലും ലാസ്കോ ഗുഹകളിലും കാണപ്പെടുന്നത് മൃഗങ്ങളുടെ ചിത്രീകരണമാണ്. മൃഗങ്ങളുടെ ചിത്രീകരണം കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഷോവയിലും ലാസ്കോ ഗുഹകളിലുമാണ് മൃഗങ്ങളുടെ ചിത്രീകരണം കാണപ്പെടുന്നത്. മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം കുസാക്ക് ഗുഹയിലാണ് കാണുന്നത്. മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം കാണപ്പെടുന്നത് കുസാക്ക് ഗുഹകളിലാണ്. വീനസ് പ്രതിമ എവിടെയാണ്? അത് സറൈസ്ക് റഷ്യയിലാണ് വീനസ് പ്രതിമ കാണപ്പെടുന്നത്. അസ്ഥികളിലെ കൊത്തുപണികൾ സ്പെയിനിലെ ലാഗർമ ഗുഹകളിലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന കലാസൃഷ്ടികളാണ് ഷോവെ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, കുസാക്ക് ഫ്രാൻസ്, ലാഗാർമ ഗുഹ സ്പെയിൻ, സറൈസ്ക് റഷ്യ എന്നിവ. ഇനി പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരുക്കൻ കല്ലുകളുടെ ഉപകരണങ്ങൾ
ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും താമസം, ഉപജീവന മാർഗം വേട്ടയാടലും ശേഖരണവുമാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ബാൻഡുകളാണ്. പുരുഷന്മാർ വേട്ടയാടലിനും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല, നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. ഇപ്പോൾ പറഞ്ഞത് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, പരുക്കൻ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത്. ഉപജീവന മാർഗം, പ്രധാനമായും പ്രാചീന ശിലായുഗത്തിലെ ഉപജീവന മാർഗം വേട്ടയാടലും ശേഖരണവുമാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അറിയപ്പെട്ടിരുന്നത്, പ്രാചീന ശിലായുഗത്തിലെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അറിയപ്പെട്ടിരുന്നത് ബാൻഡുകൾ എന്ന പേരിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ അടിസ്ഥാന ഘടകം, സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അറിയപ്പെട്ടിരുന്നത് ബാൻഡുകൾ എന്ന പേരിലാണ്. പുരുഷന്മാർ വേട്ടയാടലിനും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഭക്ഷണം അവർ സംഭരിച്ചു വെച്ചിരുന്നില്ല, നാടോടി ജീവിതമാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ നയിച്ചിരുന്നത്. ഇനി 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് രക്തബന്ധമാണ്. അപ്പോൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ഉണ്ടായിരുന്നവരെല്ലാം രക്തബന്ധത്തിൽ പെട്ടിരുന്നവരാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യയുഗം അഥവാ മെസോലിത്തിക് ഏജ്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് മധ്യയുഗം അഥവാ മെസോലിത്തിക് ഏജ്. മെസോസ് മധ്യം എന്നും ലിത്തോസ് ശില എന്നീ രണ്ടു പദങ്ങൾ, മെസോസ് മധ്യം, ലിത്തോസ് ശില എന്നീ രണ്ടു ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് ഏജ് എന്ന പദം ഉണ്ടായത്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിരുന്ന ഘട്ടമാണ് മധ്യശിലായുഗം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? അത് മധ്യശിലായുഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭിംബേട്ക, ലക്ജാവോർ, കദോട്ടിയ ഇവയാണ് ഇന്ത്യയിലെ മധ്യശിലായുഗ ഗുഹാകേന്ദ്രങ്ങൾ. ഇന്ത്യയിലെ മധ്യശിലായുഗ ഗുഹാകേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഭിംബേട്ക, ലക്ജാവോർ, കദോട്ടിയ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് അല്ലേ? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഫ്രാൻസിലെ ഷോവേ, ഫ്രാൻസിലെ തന്നെ ലാസ്കോ, ഫ്രാൻസിലെ തന്നെ കുസാക്ക്, പിന്നെ സ്പെയിനിലെ ലാഘാർമ ഗുഹകൾ, റഷ്യയിലെ സറൈറ്റ് എന്നിവയാണ് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ. ഇനി മധ്യശിലായുഗ ഗുഹാകേന്ദ്രങ്ങളാണ്, അത് ഇന്ത്യയിലെ മധ്യശിലായുഗ ഗുഹാകേന്ദ്രങ്ങളാണ് ഭിംബേട്ക, ലക്ജാവോർ, കദോട്ടിയ എന്നിവ. മധ്യശിലായുഗം എന്തൊക്കെയാണ്? മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. സൂക്ഷ്മശിലകളുടെ ഉപയോഗമാണ്. വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കിയിരുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു, അവർക്ക് വിനോദങ്ങളുണ്ടായിരുന്നു. ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും മധ്യശിലായുഗത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇന്ത്യയെ കൂടാതെ മറ്റ് രാജ്യങ്ങളിലെ മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ് സ്റ്റാർക്കാർ ഇംഗ്ലണ്ട്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക, സരൈനഹറായ് ഇന്ത്യ, ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ് ഭിംബേട്ക, ലക്ജാവോർ, കദോട്ടിയ, സരൈനഹറായ് എന്നിവ. സരൈനഹറായ് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയെ കൂടാതെ മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ് ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ, ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ, ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ. ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രമാണ് സരൈനഹറായ്. ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രമാണ് സരൈനഹറായ്. അതുകൂടാതെ ഭിംബേട്കയുണ്ട്, ലക്ജാവോർ ഉണ്ട്, കദോട്ടിയുണ്ട്. അപ്പോൾ ഈ സരൈനഹറായ് എവിടെയാണ്? ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് ഏത് സരൈനഹറായ് സ്ഥിതി ചെയ്യുന്നത്. മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ പുരുഷന്മാർ 180 സെൻറ്റിമീറ്റർ, സ്ത്രീകൾ 70 സെൻറ്റിമീറ്റർ, വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു.
അപ്പോൾ സരൈനഹറായിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് 150 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള പുരുഷന്മാരുടെ അസ്ഥികളും സ്ത്രീകൾ 70 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള സ്ത്രീകളുടെ അസ്ഥികളും വേട്ടയാടലിൻ്റെ അമ്പും വില്ലും എല്ലാം എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? സരൈനഹറായ്, ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ സരൈനഹറായിൽ നിന്ന് മധ്യശിലായുഗ കേന്ദ്രമായ സരൈനഹറായിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ പറഞ്ഞു, മധ്യശിലായുഗ കേന്ദ്രങ്ങൾ പറഞ്ഞു, പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, മധ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഷോവേ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, കുസാക്കിർ ഫ്രാൻസ്, ലാഘർമ ഗുഹ സ്പെയിൻ, സറൈസ്ക് റഷ്യ. ഇവയാണ് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ. ഇനി മധ്യശിലായുഗ ഗുഹകളാണ് ബിംബേഡ്ക, ലെഗ്ജാവോർ, കദോട്ടിയ. ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങളായ മറ്റ് സ്ഥലങ്ങളാണ് സ്റ്റാർക്കാർ ഇംഗ്ലണ്ട്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക, ഇന്ത്യയിലെ തന്നെ ഉത്തർപ്രദേശിലെ സരൈനഹറായ് എന്നിവ. ഇനി അടുത്തത് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. നിയോസ് നവീനം, ലിത്തോസ് ശില എന്നീ 2 വാക്കുകളിൽ നിന്നാണ് നിയോലിത്തിക് ഏജ് എന്ന പദം ഉണ്ടായത്. ഇനി മാൻ മേക്സ് ഹിംസെൽഫ്, ആരുടെ കൃതിയാണത്? ഗോൾഡൻ ചൈൽഡിൻ്റെ കൃതിയാണ് ഇത്. മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ളത് ഗോൾഡൻ ചൈൽഡിൻ്റെ കൃതിയാണ്. ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നത് എന്താണ്? ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കലയാണ് എന്ത്? ഫെർട്ടൈൽ ക്രസൻറ്റ്. ഇനി നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്, അലിക്കോഷ് ഇറാൻ, മെഹർഗഡ് പ്രാചീന ഇന്ത്യ, ഇപ്പോൾ പാകിസ്ഥാനിലാണ് മെഹർഗഡ്. അപ്പോൾ പ്രാചീന ഇന്ത്യയിലെ സ്ഥലമാണ് ഏത്? മെഹർഗഡ്. അപ്പോൾ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്, അലിക്കോഷ് ഇറാൻ, മെഹർഗഡ് പ്രാചീന ഇന്ത്യ, പ്രസൻ്റ്ലി അത് പാകിസ്ഥാനിലാണ്. റോബർട്ട് ജെ ബേഡ്വുഡാണ് ഗുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖാണ് ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകി. അപ്പോൾ ഇറാഖിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റോബർട്ട് ജെ ബേഡ്വുഡാണ് ഇറാഖിലെ ജാർമോയിൽ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പം നമ്മൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളും മധ്യശിലായുഗ കേന്ദ്രങ്ങളും നവീന ശിലായുഗ കേന്ദ്രങ്ങളും പഠിച്ചു. നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ജെറീക്കോ പാലസ്തീൻ, ജാർമോ ഇറാഖ്, പിന്നെ ഏതാ? അലിക്കോഷ് ഇറാൻ, മെഹർഗഡ് പ്രാചീന ഇന്ത്യ, ഇപ്പോൾ പാകിസ്ഥാനിൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് ഏത്? മെഹർഗഡ്. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്ന നവീന ശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ്. നവീന ശിലായുഗ കേന്ദ്രമാണ് ഏത്? മെഹർഗഡ്. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് മെറ്റൽ ഏജ്, ലോഹയുഗം. അപ്പോൾ നമ്മൾ ശിലായുഗങ്ങളും 3 പറഞ്ഞു കഴിഞ്ഞു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അടുത്തതായിട്ട് വരുന്നത് ലോഹയുഗമാണ്. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളാണ് ചാദൽ ഹൊയൂക്ക് തുർക്കി, ചയോനു വടക്കൻ സിറിയ, അലിക്കോഷ് ഇറാൻ എന്നിവ. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 7000 BC 7000. അപ്പോൾ ആദ്യകാല കാർഷിക ഗ്രാമങ്ങളാണ് ചാദൽ ഹൊയൂക്ക് തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക്, ചയോനു വടക്കൻ സിറിയ, അലിക്കോഷ് ഇറാൻ. താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ദൈമാബാദ് മഹാരാഷ്ട്ര ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കലശങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നെവാസ മഹാരാഷ്ട്ര കളിമണ്ണിലും ശിലയിലും തീർത്ത നിർമ്മിതികളും കണ്ടെടുത്തിട്ടുണ്ട്. ബ്രോൺസ് ഏജ് ആണ് വെങ്കലയുഗം. ചെമ്പ് അതായത് കോപ്പർ പ്ലസ് വെളുത്തീയം അഥവാ ടിന്ന്, ഇത് രണ്ടും കൂടുന്നതാണ് എന്ത്? ഇത് രണ്ടും കൂടുന്നതാണ് എന്ത്? വെങ്കലം അഥവാ ബ്രോൺസ്. ചെമ്പ് ഏതൊക്കെ തമ്മിൽ കൂടുമ്പോഴാണ് ബ്രോൺസ് അഥവാ വെങ്കലം കിട്ടുന്നത്?
ചെമ്പും വെളുത്തീയം അതല്ലെങ്കിൽ കോപ്പറും ടിന്നും കൂടി കൂടുമ്പോഴാണ് നമുക്ക് വെങ്കലം അഥവാ ബ്രോൺസ് ലഭിക്കുന്നത്. അപ്പോൾ താമ്രശിലായുഗം വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യയുടെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹാരപ്പൻ സംസ്കാരമാണ്. ഇന്ത്യയുടെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് ശിലായുഗ കേന്ദ്രങ്ങളാണ്. അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അത് കഴിഞ്ഞ് നവീന ശിലായുഗം, ഇങ്ങനെ 3 ശിലായുഗ കാലഘട്ടങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മെറ്റൽ ഏജ് അഥവാ ലോഹയുഗം. ലോഹയുഗത്തിൽ ആദ്യം വരുന്നതാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ബ്രോൺസ് ഏജ് വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഏത്? ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഇന്ത്യയിലെ വെങ്കലയുഗ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? ഹാരപ്പ, മോഹൻജൊദാരോ, ലോത്തൽ എന്നിവ. ഇന്തോ യൂറോപ്യൻ ഭാഷകളാണ് സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമേനിയൻ എന്നിവ. ആര്യന്മാരുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആര്യന്മാരുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് മധ്യേഷ്യയാണ്. ആര്യന്മാരുടെ ജന്മദേശം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നിന്ന് കടന്നു വന്നവരാരാണ്? ആര്യന്മാരായിരുന്നു. ആര്യന്മാർ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടമാണ് വേദകാലഘട്ടം. BC 1500-നും 600-നും ഇടയിലാണ് ഇത് വേദകാലഘട്ടം വരുന്നത്. BC 1500-നും 600-നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പ്രാചീന ശിലായുഗം, അത് കഴിഞ്ഞിട്ട് മധ്യശിലായുഗം. ശിലായുഗങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിന് ശേഷം വരുന്നതാണ് ഏത്? മെറ്റൽ ഏജ് അഥവാ ലോഹയുഗം. ഈ ലോഹയുഗം 2 ഉണ്ട്. ഒന്ന് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്, വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. അപ്പോൾ താമ്രശിലായുഗത്തിൽ ചെമ്പായിരുന്നു പ്രധാനമായിട്ടും മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ലോഹം. അതിനുശേഷം കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു ലോഹം കണ്ടുപിടിക്കാൻ വേണ്ടി മനുഷ്യൻ ചെമ്പിനോടൊപ്പം വെളുത്തീയം അഥവാ ടിന്നുകൂടി ചേർത്ത് വെങ്കലം അഥവാ ബ്രോൺസ് ഉണ്ടാക്കി. അതാണ് വെങ്കലയുഗം. അപ്പോൾ മെറ്റൽ ഏജ് 2 ഉണ്ട്, താമ്രശിലായുഗവും ഉണ്ട്, പിന്നെ എന്തുണ്ട്? വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജും ഉണ്ട്. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങളാണ് ഹാരപ്പ, മോഹൻജൊദാരോ എന്നിവ. ഹാരപ്പ, മോഹൻജൊദാരോ, ലോത്ത്, അതൊക്കെ എന്താണ്? വെങ്കലയുഗ സംസ്കാരങ്ങളാണ്. അപ്പോൾ ഇനി ലോഹയുഗം കഴിഞ്ഞിട്ട്, അതായത് താമ്രശിലായുഗവും വെങ്കലയുഗവും കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടമാണ് വേദകാലഘട്ടം. വേദകാലഘട്ടം വരുന്നത് BC 1500-നും 600-നും ഇടയിലാണ്. ഏത്? വേദകാലഘട്ടം. ഈ വേദകാലഘട്ടത്തെ തന്നെ 2ആയി തിരിക്കാം. ആദ്യകാല വേദകാലഘട്ടവും, അതായത് ഋഗ്വേദം രചിച്ച കാലവും, പിൽക്കാല വേദകാലഘട്ടവും. പിൽക്കാല വേദകാലത്തിലാണ് യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ രചിച്ചത്. ഇനി അപ്പോൾ നമുക്ക് ആദ്യകാല വേദകാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യകാല വേദകാലഘട്ടത്തിൽ അവരുടെ ഒരു താമസിച്ചിരുന്ന പ്രദേശം എന്ന് പറയുന്നത് സപ്തസിന്ധു. പിന്നെ ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. പിന്നെന്താണ്? അർദ്ധനാടോടികളായിരുന്നു അവർ. സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനമാണ് ആദ്യകാല വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു. പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇനി പിൽക്കാല വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ സപ്തസിന്ധു പ്രദേശം വിട്ട് എവിടേക്ക് എത്തി? ഗംഗാ സമതലം വരെ വ്യാപിച്ചു. അപ്പോൾ ഗംഗാ സമതലത്തിലാണ് എന്ത്? പിൽക്കാല വേദകാലഘട്ടം തുടങ്ങുന്നത്. കൃഷിക്ക് അവർ പ്രാധാന്യം നൽകി. അപ്പോൾ ഇടയ സമ്പദ് വ്യവസ്ഥ വിട്ടിട്ട് അവർ കൃഷിക്ക് പ്രാധാന്യം നൽകി. അർദ്ധനാടോടികളായിരുന്നവർ മാറി സ്ഥിരതാമസ ജീവിതം പിൽക്കാല വേദകാലഘട്ടത്തിൽ ആരംഭിക്കുകയാണ്.
അപ്പോൾ ആദ്യകാല വേദകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവി ആയിരുന്നെങ്കിൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിക്ക് മങ്ങലേറ്റു. പിന്നെ എന്താണ്, ഇരുമ്പിൻ്റെ ഉപയോഗം ആരംഭിക്കുന്നത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. വർണ്ണവ്യവസ്ഥയെല്ലാം ആരംഭിക്കുന്നത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി മാറി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറി. പ്രത്യേക മൂർത്തികളൊക്കെ രൂപപ്പെടുന്നു. വിവിധ കരകൗശല വിദ്യകളുടെയൊക്കെ തുടക്കം പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യകാല വേദവും പിൽക്കാല വേദവും തമ്മിലുള്ള വ്യത്യാസം നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യകാലഘട്ടത്തിൽ അവർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ പിൽക്കാല വേദകാലഘട്ടത്തിൽ അത് ഗംഗാസമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നു. ആദ്യകാലഘട്ടത്തിൽ ഇടയ സമ്പത്ത് വ്യവസ്ഥയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവർ കൃഷിക്ക് പ്രാധാന്യം നൽകി. ആദ്യകാല വേദകാലഘട്ടത്തിൽ അർദ്ധനാടോടികളായിരുന്നവർ പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ഥിരതാമസ ജീവിതം തുടങ്ങുകയാണ്. പിന്നെ ആദ്യകാല വേദകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനമായിരുന്നെങ്കിൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിക്ക് മങ്ങലേറ്റ് തുടങ്ങി. പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഇരുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെന്താണ്, വർണ്ണവ്യവസ്ഥയൊക്കെ ആരംഭിക്കുന്നത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതായിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തെങ്കിൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ വരുമ്പോൾ യാഗങ്ങളെല്ലാം കുറച്ചുകൂടി സങ്കീർണമാകുന്നു. പ്രകൃതി ശക്തികളെയാണ് ആദ്യകാല വേദകാലഘട്ടത്തിൽ ആരാധിച്ചിരുന്നതെങ്കിൽ പിൽക്കാല വേദകാലഘട്ടം വരുമ്പോഴേക്കും പ്രത്യേകം ആരാധനാമൂർത്തികളെല്ലാം രൂപപ്പെടുന്നുണ്ട്. ഇനി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലും P.F. സുഹം, ക്രിസ്റ്റൻ തോംസൺ എന്നീ ഡാനിഷ് പണ്ഡിതരാണ് ത്രിയുഗ സമ്പ്രദായം, ശിലായുഗത്തിന് ശേഷം വെങ്കലയുഗം, ഇരുമ്പുയുഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ശിലായുഗത്തിന് ശേഷം വെങ്കലയുഗവും ഇരുമ്പുയുഗവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? P.F. സുഹം, ക്രിസ്റ്റൻ തോംസൺ എന്നിവരാണ്. ഇനി 1863 ജോൺ ലൂ ബോക്കാണ് ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ തിരിച്ചത്. അപ്പോൾ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്ന് തിരിച്ച വ്യക്തിയാണ് ജോൺ ലൂ ബോക്ക്. പ്രാചീന ശിലായുഗത്തെ ആദ്യകാല പ്രാചീന ശിലായുഗം, മധ്യകാല പ്രാചീന ശിലായുഗം, പിൽക്കാല പ്രാചീന ശിലായുഗം എന്ന് തിരിച്ചത് എഡ്വേർഡ് ലാറൈറ്റ് ആണ്. ഇനി BCE 35,000-നും BCE 10,000-നും മധ്യേ രചിക്കപ്പെട്ടവയാണ് മിക്കവാറും ഗുഹാകലകൾ. അപ്പോൾ മിക്കവാറും ഗുഹാകലകൾ രചിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? BCE 35,000-നും BCE 10,000-നും ഇടയിലാണ് മിക്കവാറും ഗുഹാകലകളെല്ലാം രചിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് എന്തൊക്കെയാണ്? ശിലായുഗങ്ങൾ, അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിനുശേഷം ലോഹയുഗങ്ങൾ വരുന്നു, താമ്രശിലായുഗം വരുന്നു, വെങ്കലയുഗം വരുന്നു, ഇരുമ്പുയുഗം. ഇരുമ്പുയുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ്? വേദകാലഘട്ടമാണ്. വേദകാലഘട്ടത്തെ രണ്ടായി തിരിക്കാം, ആദ്യകാല വേദകാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും. അപ്പോൾ ഇത്രയുമാണ് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു.